പിന്നെ ശരിയാക്കാൻ ഒരു സാധനം കൂടി വേണമല്ലേ. ഷിൻജാൻ്റെ അടുത്ത് എടുത്തോണ്ട് പോലെ നോക്കാം. ഷിൻജാനേ, എടാ ഷിൻജാനെ ഒന്ന് ഇങ്ങോട്ട് വന്നേടാ. എടാ ഡോറിമോൻ എങ്ങാണ്ടേ വന്ന്. കാശ് ഡോറിമോനാണ് ഗെയിം കളിക്കാൻ സമയമില്ല. എന്താണ് ഡോറിമോന്? എടാ ഷിൻജാനേ, ഇന്നലെ നീ എന്നെ രക്ഷിച്ചല്ലേ? ഞാൻ ഇന്നലെ രക്ഷിച്ച്. അപ്പോളേ ഈ അപ്പൂപ്പനെ നമ്മ രക്ഷിച്ചായിരുന്നു. അപ്പം ഈ അപ്പൂപ്പനെ ശരിയാക്കണമെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കുറവുണ്ട്, ഒരു മരുന്ന്. ആ സാധനം ഒന്നാണ് കിട്ടണമെങ്കിൽ കുറേ കാലം എടുക്കും. കുറേ കാലം ഒരാൾ റിസർച്ച് ചെയ്തിട്ട് കിട്ടാത്ത സാധനമാണത്. ഇതുവരെ അങ്ങോട്ട് പോയ ഒരാളും തിരിച്ചു വന്നിട്ടുമില്ല. ആ സാധനം കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. ആ സാധനത്തിൻ്റെ പേരാണ് നീലക്കൊടുംവേലി. നിനക്കത് എടുത്തോണ്ടും വരാൻ പറ്റുമോ? അതൊരു കാടിൻ്റെ സെൻറ്ററാണ്, മരതകക്കാടിൻ്റെ സെൻറ്ററിലാണത്. നീ ഒന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മരതകക്കാടില്ലേ, അവിടെ പോയിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നീ ആ സാധനം എടുത്തിട്ട് വരണം. ആരാട്ട് പറയുമ്പോൾ ഞാൻ എന്താ എടുത്തിട്ട് വരാം. എടാ ഞാൻ ഇങ്ങനെ എന്താ പോണത്? ഇങ്ങനെ പോയാൽ നീ സ്പൈഡർമാനാന്ന് എല്ലാവരും അറിയൂലേ. നീ ഞാൻ സ്യൂട്ട് ഇട്ടിട്ടു. അത് ശരിയാ, ഞാൻ സ്യൂട്ട് ഇടാൻ മറന്നുപോയി ഗായ്സ്. അപ്പം ഞാനാണെങ്കിൽ സ്യൂട്ട് ഇട്ടിട്ട് കാണാം ഗായ്സ്. അപ്പം ഞാൻ സ്യൂട്ട് ഇട്ടിട്ടുണ്ട് ഗായ്സ്. എടാ ഡോറിമോൻ ഒരു മിനിറ്റ്, നീ ആ മാപ്പിലൊന്ന് അടയാളപ്പെടുത്തി തരും. ആടെ ഷിൻജാനെ, നീ ആ മാപ്പ് എടുത്ത്. എടാ ഷിൻജാനെ, ഇതാണ് ആ കാട് ഗായ്സ്. അപ്പോൾ നമുക്ക് ആ ഡോറിമോൻ ആ കാടിൻ്റെ മാർക്കിങ് വന്നിട്ടുണ്ട്. എടാ ഷിൻജാനെ പെട്ടെന്ന് തന്നെ കേട്ടോ, അല്ലെങ്കിൽ ഇയാൾ ഒരിക്കലും ശരിയാക്കാൻ പറ്റുന്നുണ്ടാവും ഗായ്സ്. അപ്പോൾ നമുക്ക് സാധനം എടുത്ത് കൊടുക്കാം ഗായ്സ്. ഗായ്സ്, നമ്മങ്ങളുടെ സ്പൈഡർമാനായിട്ട് സ്വിങ് ചെയ്ത് പോകണാണ് ഗായ്സ് സീന് ഗായ്സ്. ഇത് വേറെ ഏതോ ഫോറസ്റ്റ് ആണല്ലോ ഗായ്സ്. ഗായ്സ്, നമ്മുടെ ഷിൻജാൻ്റെ ശക്തി കൊണ്ടിട്ട് ഞാനാണെങ്കിൽ കത്തിച്ച് തന്നെയാണ് ഗായ്സ്. ഐ ആം ദ സ്പൈഡർ ഷിൻജാൻ ആൻഡ് ഐ ഹാവ് ഷിൻജാൻ ശക്തി. യെസ് ഗായ്സ്, ഞാനാണ് സ്പൈഡർ ഷിൻജാൻ ആൻഡ് എനിക്ക് ഷിൻജാൻ ശക്തിയുമുണ്ട് ഗായ്സ്. ഇതാണെന്ന് പറഞ്ഞാൽ കാടിൻ്റെ സെൻറ്റർ ഭാഗം ഗായ്സ്. ഞാനാണെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ ചേട്ടാ. എടാ മോനെ, എന്താ വിളിച്ചത്? ചേട്ടാ, അതെ, ഈ കാട്ടിൽ നീലക്കൊടുംവേലി എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് കിട്ടും? അത് മോനെ, ഈ നീലക്കൊടുംവേലിനെ കുറിച്ച് കുറേ കാലം ഞാൻ പരീക്ഷിച്ചതാണ്. നീലക്കൊടുംവേലി നോക്കാൻ പോയി ഒരാൾക്കും നീലക്കൊടുംവേലി കിട്ടിയിട്ടില്ല. ഞാനും കുറേ റിസർച്ച് ചെയ്തതാണ്. പിന്നെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കയറിയ ആൾക്കാർ തിരിച്ചു വന്നിട്ട് പോലുമില്ല. അങ്ങനത്തെ കഥയുണ്ട്. അതുകൊണ്ട് മോൻ കാട്ടിൻ്റെ ഉള്ളിൽ കയറാണ്ടിരിക്കലായിരിക്കും നല്ലത്. മോൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കാടിൻ്റെ സെൻറ്റർ നോക്കിയാൽ ആ സാധനം ചിലപ്പോൾ കിട്ടും. ഇത് പണ്ട് ഇവിടെ റോഡൊന്നും ഇല്ലായിരുന്നു. ഇതേ അവിടെ ഒരു കുഴി കണ്ട, ആ കടൽ, അത് മണ്ണിടിച്ചിലെന്തോ വന്നിട്ട് അവിടെ നിന്ന് പൊളിഞ്ഞു പോയതാണ്. ഇപ്പം ഈ അറ്റത്തുകൂടി റോഡ് പണിതേനു. താങ്ക്സ് ചേട്ടാ ഗൈസ്. അപ്പം ചേട്ടൻ പറഞ്ഞത് പണ്ട് ഈ കാടിൻ്റെ നടുക്ക് വശം അതെന്തോ ആയിരുന്നു എന്നാണ്. അപ്പോൾ ഇപ്പോൾ നടുവശം പൊളിച്ചത് കൊണ്ട് നമുക്ക് നടക്കൂലെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഗൈസ്. ചേട്ടൻ പറഞ്ഞെന്നും പറഞ്ഞ് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ ഗൈസ്? യെസ് ഗൈസ്, ചേട്ടൻ പറഞ്ഞാലും നമ്മൾ വിട്ടുകൊടുക്കൂല. കാരണം ഐ ആം സ്പൈഡർ ഷിൻജാൻ. യെസ് ഗൈസ്, ഈ കാടിൻ്റെ നടുക്ക് നോക്കി മാപ്പിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഗൈസ്. നമ്മൾ നടുക്ക് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഗൈസ്. ഇതാണ് ഗൈസ് ശരിക്കും നടുക്ക് വരേണ്ടത്. നടുക്കെന്ന് പറയുകയാണെങ്കിൽ അല്ല ഗൈസ്, ഇത് ഈ ഒരു ഭാഗമാണ് നടുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ഗൈസ് ആ ഒരു ഭാഗമായിട്ട് കൂട്ടണമെങ്കിൽ ഇത് ഈ ഒരു മരത്തിൻ്റെ കൊമ്പാണ് നീലക്കൊടുംവേലിയായിട്ട് വന്നത്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ നീലക്കൊടുംവേലി കൊമ്പ് ഒടിച്ചെടുക്കട്ടെ ഗൈസ്. ഗൈസ്, അപ്പോൾ എനിക്ക് നീലക്കൊടുംവേലിൻ്റെ കൊമ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ നേരെ കത്തിച്ച് വീട്ടിലോട്ട് വിടണമാണ്. ഗൈസ്, നീലക്കൊടുംവേലിൻ്റെ കൊമ്പിന് നല്ല മണമുണ്ട് ഗൈസ്. കിടില സ്മെല്ലാണ്. അത് എന്താണെന്ന് മണത്തിയപ്പോൾ തന്നെ എൻ്റെ പ്രശ്നം പകുതി കുറഞ്ഞു ഗൈസ്. തലവേദന എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തലവേദന എൻ്റെ പകുതി മുക്കാലും കുറഞ്ഞു ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ കത്തിച്ച് വിടണതാണ് ഗൈസ്. ഗൈസ്, ഞാൻ കത്തിച്ച് പോകണാണ് ഗൈസ്. നമ്മൾ ഏകദേശം നമ്മുടെ വീടെത്താറായിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോറിമോൻ്റെ അടുത്ത് കാര്യം പറയണം ഗൈസ്. നമ്മുടെ വീട് ഇപ്പം എത്തുമെന്ന് അറിയില്ല. ഗൈസ്, നമ്മുടെ വീടെത്തി. ഈ ഒരു ജമ്പിന് ഞാൻ വീടെത്തുമെന്ന് ഡൗട്ട് അടിച്ചായിരുന്നു. ഡോറിമോനെ എന്താണ് ചിന്തേൻ്റെ സാധനം കിട്ടിയ? ആടെ ഡോറിമോനെ, എനിക്ക് സാധനം കിട്ടി.
എടാ ഷിൻചാനെ, അതെ ഇതുവരെ കാട്ടിപ്പോയി ഒരാളും തിരിച്ചു വന്നിട്ടില്ല. നീയാണ് ഈ സാധനം ആദ്യമായിട്ട് എടുക്കണേ. എടാ ഡോറിമോന് ഞാനാണ് ആദ്യമായിട്ട് എടുക്കണേ. എനിക്ക് സന്തോഷമായി ഗൈസ്. ആ സാധനം ഞാനാണ് ആദ്യമായിട്ട് എടുക്കണത്. എടാ ഡോറിമോനെ, എന്നാ പിടിച്ചോ ആ സാധനം. ആടെ ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീ ആ റൂമിൽ ചെന്ന് ഗെയിം കളിച്ചോ. ഇയാളെ ഞാൻ നോർമലാക്കിയിട്ട് വിളിക്കാം ഗൈസ്. നമുക്കങ്ങനെ ഗെയിമിംഗ് പരിപാടി തുടങ്ങാം ഗൈസ്. പിന്നെ ഗൈസ്, അപ്പോൾ നമുക്ക് ഗെയിം കളിക്കാം ഗൈസ്. അപ്പോൾ എനിക്ക് നീലക്കൊടുമ്പിൽ ഷിൻചാമെന്ന് തന്നായിരുന്നു ഗൈസ്. അപ്പോൾ ഞാനാണ് ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യട്ടെ ഗൈസ്. ഗൈസ്, അപ്പോൾ ഞാൻ സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ സാധനം സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സോംബിയാണെന്ന് കുത്താം ഗൈസ്. ഗൈസ്, അപ്പോൾ ഇയാൾ സക്സസ് ആയി ഗൈസ്. ഷിൻചാനെ വിളിക്കാം ഗൈസ്. മോനെ ഒരുപാട് താങ്ക്സ് ഉണ്ട് മോനെ, എന്നെ ശരിയാക്കിയതിന്. മോനെ എല്ലാവരും അനുഗ്രഹിക്കും. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഗോജോ. എടാ ഷിൻചാനെ. ഗൈസ്, ഈ ഡോറിമോനാണെങ്കിൽ ഗെയിം കളിക്കാൻ സമയല്ലേ. ഡോറിമോനെ ഞാൻ വരുന്നേ. ഡോറിമോൻ ഇതെന്താണ്? അതാണ് ഞാൻ ഷിൻചാനെ നിന്റെ അടുത്ത് പറഞ്ഞത്. നമ്മുടെ ചേട്ടൻ ശരിയായി. ചേട്ടൻ്റെ പേര് എൻ്റെ പേര് ഗോജോ എന്നാണ് മോനെ. താങ്ക്സ് മോനെ, ഒരുപാട് നന്ദി മോനെ. നീലക്കൊടുമ്പേല് തന്നതിൽ ഒരുപാട് നന്ദി മോനെ. ഞാൻ എന്ത് തന്നു സഹായിക്കണം തിരിച്ച്? ചേട്ടനൊന്നും തരണ്ട ചേട്ടൻ ഫ്രീ ആയിട്ട് ചേട്ടൻ എവിടെ വേണമെങ്കിലും പൊക്കോ. ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളെ വൈറസ് പടരാണ്ടിരിക്കാൻ ചേട്ടനെ രക്ഷിച്ചാണ് മോനെ. എന്നാലും നന്ദി. എന്നാടാ നീ എന്നെ ശരിയാക്കിയതിന് 1 കോടി രൂപ നീ പിടിച്ചു. അത് കൊള്ളാലോ. 1 കോടി എനിക്ക് പോരെന്ന് തോന്നുന്നു. എടാ എന്നാടാ നീ ഒരു 100 കോടിയും കൂടി പിടിച്ചു. 101 കോടി രൂപയോ ഗൈസ്. പാവം ചേട്ടൻ നമുക്ക് 101 കോടി രൂപ തന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, എന്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടാണ് എല്ലാവരും